ചാർജ് ഫോർ വാല്യൂ നോട്ട് കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് കിട്ടിയാൽ പോരാ. നമുക്ക് കോസ്റ്റാണ് കിട്ടുന്നത്, നമ്മുടെ സമയത്തിനനുസരിച്ച് കോസ്റ്റാണ് കിട്ടുന്നുള്ളൂ. കോസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് പോരാ, നമുക്ക് വാല്യൂ കിട്ടണം. അപ്പോൾ വാല്യൂ കിട്ടുക എന്നുള്ളത് പ്രീമിയത്തിൽ മാത്രമല്ല, മറ്റേലും കോസ്റ്റേ കിട്ടുള്ളൂ കേട്ടോ. പ്രീമിയത്തിൽ മാത്രമാണ് വാല്യൂ കിട്ടുള്ളൂ എന്നർത്ഥം. വാല്യൂ കിട്ടണമെങ്കിൽ ആ വാല്യൂ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇത് വാങ്ങണം. പ്രൈസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂ. ഓക്കെ, പ്രൈസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂ. അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഞാനിപ്പം 3 ലക്ഷം രൂപയുള്ള എൻ്റെ ബ്രാൻഡിനെ ഞാൻ പെട്ടെന്ന് പറയാണ് 1 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഡൗട്ട്ഫുൾ ആവും. ഡൗട്ട്ഫുൾ ആവും. അപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്, ഒന്ന് നമ്മളതിന് ഡേറ്റ് നോക്കും. എന്തോ പ്രശ്നമുണ്ടെന്നാണ് നമുക്ക് തോന്നുക വില കുറക്കുമ്പോൾ. ഓക്കെ, പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകൾ. പ്രൈസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂ. പീപ്പിൾ ഡു നോട്ട് ബൈ ദ ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ്, they buy the product they believe in worth the price. ആളുകൾ വാങ്ങിച്ച് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങൂല. ആളുകൾ വാങ്ങുന്ന മിനിമം വാങ്ങുന്ന സംഭവം എന്ന് വെച്ചാൽ ദേ ബിലീവ് ഈസ് വർത്ത് ദ പ്രൈസ്. ആ കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ഉണ്ട് എന്ന് ബോധ്യം വരുമ്പോൾ നമ്മൾ വാങ്ങുള്ളൂ. പിന്നെ വിലയുള്ള വസ്തുവിനെയാണ് സ്ത്രീകൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ചില മാക്സിക്കും വില പുറത്തൊക്കെ വില കൂട്ടിയിടുക കുറെ സെയിലാവും പറഞ്ഞേക്കാം. ചിലവില്ലാതെ ഈ ചുരിദാർ കണ്ടില്ല കടകൾ, ഇതിനൊന്നും മാർക്കറ്റ് പ്രൈസ് ഇല്ലല്ലോ. വിലയുള്ള വസ്തുവിനെ ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൂ, പിന്നെ വില കൂടിയ വസ്തുവിന് അങ്ങനെ ഒരു സിമ്പതി സ്ത്രീകൾ നോക്കുന്ന കുറെ സ്ത്രീകൾ നോക്കുന്ന ആ വിലക്കുള്ള സാധനം ഉണ്ടോ നോക്കും. അതെ, അത് ആക്ച്വലി എന്താ വെച്ചാല് ഇപ്പോൾ ഒരു സാധനത്തിന് നമ്മൾ പെർസീവ് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ വിലയായി കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയായി കഴിഞ്ഞാൽ, പരിധിയിൽ കവിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് താരതമ്യമൊക്കെ നോക്കുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഡൗട്ട്ഫുൾ ആവും. പക്ഷെ ഈ കറക്റ്റിൽ വരുമ്പോൾ ആളുകളെ റെസ്പെക്ട് ഫാമിലി ഞാൻ അറിയില്ല, അവര് ഗൾഫിൽ പോകണം ഫ്ലാറ്റിൽ. അപ്പോൾ ഒരു പോകുന്ന സ്ഥലം ചിരിച്ച് ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സെറ്റപ്പിൽ ഇറങ്ങിയപ്പോൾ പിന്നെ 360 വരുന്നവർക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ട കാര്യം കേട്ടോ. പുള്ളി വന്നത് എന്തിനായിരുന്നു? അൾട്ടോ ബസ് വന്ന ബസ്സിനാണ്, പിന്നെ അൾട്ടോ ആയി, പിന്നെ അൾട്ടോ പോയിട്ട് ബെലന പോയി ക്രെറ്റ കഴിഞ്ഞ അടുത്തേതാ വാങ്ങാൻ പോകുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗം കൂടിയാണ് ഡോക്ടറെ. പ്രീമിയത്തിന്റെ കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സംഭവം ചെയ്യണം, ആ സംഭവത്തിൽ നിങ്ങളെ ഒരു പ്രീമിയം സംഭവത്തിൽ വന്നു കഴിഞ്ഞാല് അതിനൊരു മതിപ്പുണ്ടാവും. നമ്മൾ റെഡി ആയിട്ട് നമ്മളെടുത്ത് പോകണം. ഇല്ലെങ്കിൽ ഞാൻ പലതും ചെയ്തു, FAB ചെയ്തിട്ടും ഈ ടൈമിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടബോധം വരും. കുറച്ച് പ്രായമായിട്ട് ഞാൻ ഒരു ആളുകളെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ അത് തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ഒരു ഫീൽ തോന്നിയത്. അപ്പോൾ പ്രൈസ് ഫോളോസ് വാല്യൂ. The outcome metrics. Stop selling features, people pay for result. ഫീച്ചേഴ്സ് സെല്ലിങ് നിർത്തുക. നമ്മൾ എല്ലാവരും ഫീച്ചറാണ് സെല്ല് ചെയ്യുക. ബ്രോഷർ നോക്കിയാൽ ഫീച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ സെല്ലിങ് ഫീച്ചേഴ്സിൻ്റെ കുഴപ്പം എന്താണ്? കസ്റ്റമർ ആസ്ക് വാട്ട് ഈസ് ദിസ്. 10 സെഷനുകളാണ്, 100 പേജുകളാണ്, ലൈഫ് ടൈം ആക്സസ് ആണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇതൊക്കെ ഫീച്ചറുകളാണ്. സെല്ലിങ് ഔട്ട്കം, കസ്റ്റമർ ആസ്ക് വാട്ട് വിൽ ഐ ഗെയിൻ, ഇതായിരിക്കും കസ്റ്റമർ ചോദിക്കുക. ഇൻക്രീസ്ഡ് സെയിൽ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളെ സെയിൽ ഇൻക്രീസ് ചെയ്യാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം. സ്ട്രോങ്ങർ ബ്രാൻഡ്, നിങ്ങളുടെ ബ്രാൻഡ് ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രോങ് ബ്രാൻഡായിട്ട് മാറും. ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും, ഹയർ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. മറ്റേതെന്താ പറയുന്നത്, 10 സെഷൻ നിങ്ങൾക്ക് കിട്ടും. എന്തിനാ, ആർക്ക് വേണം നിങ്ങളെ സെഷൻ? ആർക്ക് വേണം നിങ്ങളെ സെഷൻ? 100 പേജുള്ള ഒരു സാധനം ആർക്ക് വേണത്? ആവശ്യമില്ല. ലൈഫ് ടൈം ആക്സസ്, എന്തിനാണ് ലൈഫ് ടൈം ആക്സസ്? അതുകൊണ്ട് എന്താ കാര്യം? ലൈഫ് ടൈം നിങ്ങൾക്ക് ഞാൻ 360 ഡിഗ്രി മെമ്പർ, നിങ്ങൾക്ക് ഒരു മാറ്റമല്ല. എന്താണോ കാര്യം? അതേസമയം ഞാൻ പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് സെയിൽസ്. നിങ്ങളെ സെയിൽസ് നിങ്ങൾക്ക് ഈ സിസ്റ്റം വെച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ സെയിൽസ് ഇൻക്രീസ് ചെയ്ത സിസ്റ്റമാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ അത് ഉപയോഗിക്കും.
സ്ട്രോങ്ങർ ബ്രാൻഡ്, നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ബ്രാൻഡും കാര്യങ്ങളും നമുക്ക് സ്ട്രോങ് ആകാൻ പറ്റും. നമ്മൾ ഓറ എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തോടുകൂടി അതിനൊരു വാല്യൂ ചില ഇവർക്കൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ കൂട്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂ ഒരു 25 ലക്ഷം 30 ലക്ഷത്തിൻ്റെ വാല്യൂ ടേസ്റ്റ് ടൂറിനും അല്ലെങ്കിൽ പിന്നെ അബ്രോമിക്കൊക്കെ കയറി എന്നുള്ളത് അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം അത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും ക്യാഷ് അതിന് ചിലവ് വന്നിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്താൽ മിനിമം അത്രയെങ്കിലും കൂട്ടാൻ പറ്റും എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. 10 ഇരട്ടി കൂട്ടാന്നാണ്, 10 ഇരട്ടി നമ്മൾ കൂട്ടുന്നില്ല. ഒരു 10 ലക്ഷം വാല്യൂ ഉള്ള പ്രോഗ്രാം 5 സ്റ്റാർ ഹോട്ടലിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് ഫിസിക്കലായിട്ട് തന്നെ കൂട്ടാമെന്നുള്ളതാണ്. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് നിങ്ങൾ ചെയ്ത സെല്ലിങ് ഔട്ട്കംസ് എന്താണ്, അതാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഔട്ട്കം മെട്രിക്സ് എന്ന് പറയുന്ന സാധനമാണിത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഞാനിപ്പോ ഒരു കൗൺസിലിംഗ് 10 സെഷൻ പറഞ്ഞ് നിർത്തണം നടത്താം, ആ ഫീച്ചേഴ്സ് നിർത്തണം. 10 സെഷൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ 10 കിട്ടുന്നല്ല. നിങ്ങൾക്ക് ഈ സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സംഭവം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻസൈറ്റ് അതായിരിക്കും. എന്തായിരിക്കണം നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സത്യത്തിൽ വരിക, അതാണ് ആലോചിക്കേണ്ടത്. അത് അച്ചീവ് ചെയ്യുക. അതൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 100% 3 ലക്ഷം രൂപ എൻ്റെ ബ്രാൻഡിന് വാല്യൂ ചെയ്യാൻ പറ്റും, ധൈര്യമാണ് എനിക്ക്. കാരണം എൻ്റെ നിലവിലുള്ള പല ബ്രാൻഡുകളും പിന്നെ 100 കോടി വാല്യൂഷനിലേക്ക് കയറി, 100 കോടിയും 200 കോടിയും വാല്യൂഷനിലേക്ക് കയറി. സൈക്കോളജിസ്റ്റുമാർ ഒരു സെഷൻ 1000 രൂപ, 10 സെഷൻ 6000 രൂപ. അപ്പൊ അസുഖം പ്രീമിയത്തിന്റെ കേസ് കേട്ടോ, മറ്റൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്. മറ്റത് ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ സെഗ്മെന്റ് ആ വഴിക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യരുത്. ഞങ്ങൾ അതതിന് പോയിക്കോട്ടെ, അത് നിങ്ങളല്ല, അത് നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ 300 രൂപയ്ക്ക് കൺസൾട്ടിങ് ചെയ്യുന്നത് നിങ്ങളല്ല, അത് നിങ്ങളവിടെ ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ 300 രൂപയ്ക്ക് വിൽക്കുന്നത് നിങ്ങളല്ല, നിങ്ങൾ വേറെയാണ്. അത് മനസ്സിലാക്കണം. പക്ഷെ നിർത്താൻ പാടില്ല. അത് ഇപ്പോൾ സെമി ഒരു കല്യാണം കിട്ടിക്കഴിഞ്ഞാൽ സെമി പോകണം, കല്യാണം ചെയ്യണം. അത് 5000 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്തോട്ടെ. നിലനിൽപ്പാണ് പ്രശ്നം, നിലനിൽപ്പ്. പക്ഷേ നമ്മൾ ഇവിടെ പൊസിഷൻ ചെയ്ത് ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള വേറെ മുഖമാണ്. നിങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമ. ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന് 2 മുഖമാണ് അല്ലേ? നാട്ടിൽ വരുമ്പോൾ ഒരു വെള്ള ഷർട്ടും വെള്ള തുണി, സെമി കണ്ടിട്ടുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമ. വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് മോഹൻലാൽ വരുന്നത് അല്ലേ? എന്നാൽ ബോംബെയിലേക്ക് ചെല്ലുന്നതോടുകൂടി, മുംബൈയിലെത്തുന്നതോടുകൂടി ആളെന്താ അധോലോകമാണ്, അയാൾ വേറൊരു മുഖമാണ്. അവിടെയുള്ള ഒരു കാര്യങ്ങളും പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, ഇവിടെയുള്ള ഒരു കാര്യവും അങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ളതേ എന്തുള്ളൂ, ആ റിയലി ഉള്ളൂ. മറ്റേതെന്താണ്? മറ്റത് പുള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ കാലാകാലം അത് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴാണ് നമ്മൾ സേഫാണ്, അതോടുകൂടി അത് സ്റ്റോപ്പ് ആക്കണം നമ്മൾ. എങ്ങനെ IP ബ്രാൻഡ് അല്ല, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ IP ബ്രാൻഡ് ചെയ്യേണ്ടത് ഡോക്ടർ പ്രോഗ്രാമുകളാണ്. ഡോക്ടർ ഈ അതർ ദാൻ സർവീസുകൾ, ആ സർവീസുകൾക്ക് ഒരു പ്രീമിയം ഓപ്ഷൻ കൊടുത്തിട്ട് അത് ആ ഒരു സംഭവത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നോട് ഒരിക്കൽ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, നീ ഇവിടെ കണ്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ്. അപ്പൊ സാധാരണ ഒരു കസ്റ്റമർക്ക് എന്താ തോന്നുന്നത് ചെയ്യും എന്നും നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തെ പോരായ്മ കാണില്ല. ഇന്ന് വന്നപ്പോഴാണ് പ്ലഗ് പോരാ, പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ തോന്നുന്നില്ല. ഫസ്റ്റ് വരുന്ന ആൾക്ക് തോന്നുന്നു കിട്ടാനാണ് മുമ്പ് ഇങ്ങോട്ട് ചെയ്യിപ്പിച്ച്. അങ്ങനെ ഡോക്ടർ ടെസ്റ്റ് എത്തി. ഇപ്പൊ 4 ദിവസം മുമ്പ് ഞാൻ ഡോക്ടർ ടെസ്റ്റ് നടത്തി, വേറെ ആവശ്യം. അപ്പൊ എനിക്കുള്ള ഈഗിൾ മൈൻഡ് സെറ്റും അതുപോലെ ഇത് രണ്ടിലെ വരും. മറ്റേ 20 മറ്റേ 18 അങ്ങനെ മാർക്ക്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രാവിന്റെ ഇരിക്കും ഉണ്ടാക്കുന്നത്. ചില ആളുകളെ ആയിട്ട് ഇതുണ്ടാവും, ദാക്ഷിണ്യം കുറച്ച് കുറവുള്ള ആ രീതിയിൽ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാല് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പിന്നെ കോർപ്പറേറ്റ് ഏജന്റായിട്ട് അവർക്ക് കണ്ണിന്റെ വേണോ ചോദിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്, ന്യൂസിലൊക്കെ പോയിട്ടുണ്ട്. ചാലിക്കുട്ടി കണ്ണിന്റെ റെഡിയാക്കി തുടങ്ങി. അപ്പോ ഈ സ്റ്റാർ കെയറിൽ വാല്യൂ കൂട്ടിയിട്ട് ഒരു റേറ്റ് വാങ്ങുന്നുണ്ട് എന്നതുപോലെ ഒരു സംവിധാനം വരുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റേഞ്ച് കൂടിയെടുത്ത് വരലായിരിക്കും വേണ്ടത്.
അപ്പൊ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ആ ബ്രാൻഡിന്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, റേഞ്ച് കൂടിയെടുത്ത് ലിവിങ് സ്റ്റാൻഡേർഡും സർവീസും കൂട്ടി കൊടുത്താല് സാറിന്റെ ഒരു ബ്രാൻഡ് അവിടെ ഒരേ സമയം ഉണ്ടാവുന്നത്. ഇപ്പൊ നിലവിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഒരു മാസത്തിൽ ഉദാഹരണത്തിന് ഒരു 500 കസ്റ്റമറെ അല്ലെങ്കിൽ 1000 കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ 1010 ബ്രാൻഡ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ഒരു ബ്രാൻഡ് വളരെയല്ലേ. ഞാൻ എന്താ ചെയ്യാന്ന് എന്താണ് എങ്ങനെയാണ് അല്ല ഇതില് ഡോക്ടറെ ഈ IP ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്നുള്ളതിൽ പിന്നെ ആലോചിക്കുക വേണ്ട. IP ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നല്ല, ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ കിട്ടുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യാന്ന് ആലോചിക്കേണ്ടത് ഞാനല്ല, നിങ്ങളല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ സാധനത്തിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ള പണി മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. അത് ആസാദ് മൂപ്പൻ എന്താ ചെയ്യുന്നത്? ആസാദ് മൂപ്പൻ ആസ്റ്റ് എന്നുള്ള ബ്രാൻഡിന് വാല്യൂ കൂട്ടുന്ന പണി മാത്രമേ പുള്ളി എടുക്കുന്നുള്ളൂ. പുള്ളി അവിടെ കൺസൾട്ടിങ് ചെയ്യുന്നില്ല, അവിടെ ഒന്നും ചെയ്യുന്നില്ല. പുള്ളി ഈ സാധനത്തിന് വാല്യൂ കൂട്ടാൻ എന്താ പരിപാടിയുള്ളത്? അതിനുള്ള കൊളാബറേഷൻസ് എന്താ ബന്ധങ്ങളെന്ന്. അപ്പോൾ അത് ചെയ്ത് വെച്ചോണ്ടാണ് പുള്ളിക്ക് അത് ചെയ്യാൻ കഴിയുന്നത്. ഇദ്ദേഹം ഈ 2 സാധനം ചെയ്തിട്ട് ഇപ്പോൾ ഇയാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ബ്രാൻഡ് അവിടെ എന്തായാലും അയാളുണ്ടാവും. പിന്നെ അയാൾക്ക് കിട്ടുന്ന എന്ത് കാര്യം പുള്ളി അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് എക്സ്ട്രാ ബോണസാണ്. ആ ബ്രാൻഡ് അവിടെ ഉണ്ടാവും. പക്ഷെ ആ ബ്രാൻഡ് കുറേ കാലം വെറുതെ ഇങ്ങനെ ഇട്ടുക വെച്ചാൽ ഏത് കത്തിയും ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പിടിച്ചു പോകും. അപ്പൊ ഇയാള് ആശയങ്ങൾ ഒരു ഗ്രീക്ക് വേർഡ് ഈ ഹൈലൈറ്റിൽ പലതും ഒളിമ്പിക്സ് പല ഗ്രീക്ക് വേർഡുകളാണ്. ഗ്രീക്ക് വേർഡുകൾ നമ്മുടെ ആളുകൾക്ക് സൈക്കോളജിക്കലായിട്ട് എന്തോ ടച്ച് എടുക്കുന്നത് പല ഗ്രീക്ക് വേർഡ്. അപ്പൊ ഒരു സോർവിയൻ ഒരു കൺസൾട്ടന്റ് അപ്പൊ പെട്ടെന്ന് ഒരു ആകെ പ്രശ്നം വന്നാൽ ആ ആപ്പ് കയറിയിട്ട് അയാൾ പ്രശ്നമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം വരികയാണ്. ഈ ആളുകൾക്ക് ഈ സൈക്കാട്രിസ്റ്റിനെ എത്തി നേരിട്ട് പോകുന്നതിന് ഒരു ഇത് കിട്ടി. അതിന് വന്ന ആളുകളെ പിന്നെ നമ്മൾ ടെലികോളേജ് ഫോളോ അപ്പ് ചെയ്യാം. അതിൽ പ്രീമിയം ആളുകൾ എന്ത് ചെയ്യാം, പ്രീമിയം സ്റ്റാൻഡേർഡ് സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഫാം ഹൗസ് പോലുള്ളതിൽ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ എന്തൊരു സൈക്കാട്രിസ്റ്റിനെ കൂടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെ നിലവിലുള്ള എൻവയറമെന്റ് മാറും. ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട് ചില സമയത്ത്, ആ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് നിന്നാണ്. അപ്പൊ അവര് എന്താണ് ആത്മഹത്യയിൽ നിന്ന് ചിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംവിധാനമായി ഭാവിയിൽ മാറും. അപ്പൊ ചില ഗ്രീക്ക് വേർഡുകൾ ചില സ്ഥാപനങ്ങൾ ഇടുന്ന ആളുകൾക്ക് അതിനോടൊരു പ്രത്യേകത. ഉദാഹരണത്തിന് ഞാൻ പറയാം, കിയ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ അതിന് പാരമ്പര്യമൊന്നുമില്ല. അവർ ചെയ്തെന്താണ്, സെൽറ്റോസിന്റെ 3 ഐറ്റം ആക്കി. ഒന്ന് റേഞ്ച് കുറഞ്ഞത്, ഒന്ന് ഫുൾ ഓപ്ഷന്, ഒന്ന് ഹാഫ് എന്താണ്. അപ്പൊ ആളുകൾ ആ റേഞ്ചിൽ വരികയാണ്. പക്ഷെ ആ കാർ ഇറക്കിയ സമയത്ത് ഞാനോ ചെറുതിറക്കിയപ്പോ ആളുകൾ അതിലേക്ക് പോകുന്നില്ല. ആളുകളുടെ മൈൻഡ് ചെറുതിക്ക് അല്ല വരുന്നത്. ആ റേഞ്ചിലുള്ള 3 ടൈപ്പ് പ്രസ്റ്റേജ് ആണ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകൾ സൈക്കാട്രിസ്റ്റിനെ ഡോക്ടറെ കാണാൻ നിൽക്കണില്ലാതെ ഏതായാലും ടൂർ പോകണം, ഫാം ഹൗസിൽ ഒരു ആഴ്ച നിന്നാൽ മതിയല്ലോ. ഈ പ്രശ്നം തീർന്നും ചെയ്തു കുടുംബത്തില്. ഒരൊറ്റ കാര്യം പറഞ്ഞു ഞാൻ. ഇപ്പം ബ്രാൻഡും ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നതും ബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഇപ്പോൾ റഹ്മാൻ ഖാനോട് ഞാൻ പറയുന്നത്, പുള്ളി ഇപ്പം പിന്നെന്താ പറയുക, ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ഒരു ടൂറിൻ്റെ കാര്യം പറഞ്ഞു. അത് റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെതിരാണ്. കാരണം പുള്ളി എന്താണ്, പുള്ളിക്കൊരു ടാഗ്ലൈൻ വേറെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ടൂറിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ പുള്ളിയുടെ ഏഷ്യൻ ബാങ്കിൻ്റെ അണ്ടറിലോ ഇത് ചെയ്യാൻ പറ്റും. ഏതുപോലെ അത് ഞാൻ പറയട്ടെ, ആ സാധനത്തിന് എന്തുണ്ട്, എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. കിട്ടൂല, മനസ്സൊന്നും ഒരിക്കലും കിട്ടൂല. പിന്നെന്താ പറയുക, നമ്മളിപ്പോൾ മനസ്സിൽ നിങ്ങൾ എന്തായാലും മെനക്കെടുന്നുണ്ട്. നിങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിങ്ങളൊരു IP വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിനൊരു സേഫായി. നമ്മളിപ്പോൾ നാളെ കാണിച്ചെന്നല്ലോ, വലിയ ആ ഒരു കൂടാരം പോലെ കാണിച്ചല്ലോ, അതാണ് IP. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ എന്ത് സംഭവിച്ചു. ഇപ്പം ഈ പറയുന്ന തെസ്നി ചെയ്ത ബ്രാൻഡ് IP ഒന്നുമല്ല, യങ്ങിയോ എന്ന് പറഞ്ഞ സാധനം IP ബ്രാൻഡൊന്നുമല്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ബ്രാൻഡിൻ്റെ മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു IP ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരു പ്രൊട്ടക്ഷൻ വരും അതിൻ്റെ അണ്ടറിൽ. അപ്പോൾ MGMൻ്റെ മുകളിൽ നമ്മൾ ഈ മിസ്റ്റർ മസ്റ്റിന് ഉണ്ടാക്കിയതുപോലെ അത് പേഴ്സണൽ ബ്രാൻഡാണോ പ്രൊഡക്റ്റ് ബ്രാൻഡാണോ ഒന്നുമല്ല, അത് IP ബ്രാൻഡാണ്. അത് പേഴ്സണൽ ബ്രാൻഡ് ആയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ആ പേഴ്സണൽ ബ്രാൻഡിൽ ഇപ്പം ഇനിയിപ്പോൾ പുള്ളിയോട് ഇറക്കാൻ പോകുന്ന മെഷീൻസിന് വരെ എന്താണ് മിസ്റ്റർ മസ്റ്റ് എന്നുള്ള പേരാണ് കൊടുക്കാൻ പോകുന്നത്. വാല്യൂ കൂട്ടാൻ എന്തും ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എന്ത് ടൂറും എന്ത് പരിപാടി എന്ത് സാധനവും ചെയ്യാം, അതിൻ്റെ വാല്യൂ കൂട്ടണമെന്നുള്ളൂ. നമ്മൾ ഒരു പേഴ്സണലി ചെയ്യണോ ചെയ്യുമ്പോഴാണ് നമ്മൾ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഓൾറെഡി എയിംസ് നിങ്ങൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ.
പക്ഷേ നിങ്ങൾ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് പല ആളുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ആ ബ്രാൻഡിൻ്റെ തണലിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റ് ടൂർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യുന്ന ആ സംഭവത്തിന് സ്ട്രേഞ്ചേഴ്സ് ടൂർ ചെയ്യാം. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ടൂർ എന്നുള്ള ബ്രാൻഡിൻ്റെ അണ്ടറിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളി ചെയ്യേണ്ടത് എന്താണ്, ആ പുള്ളിക്ക് എന്താണോ ടാഗ് അത് മാത്രം ചെയ്യാം. പക്ഷെ പുള്ളിയുടെ ടീമിന് ആ ബ്രാൻഡ് എത്ര ആൾക്ക് വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മാർഗം വരുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാതെ സർവീസ് വിൽക്കാതെ നിങ്ങൾക്ക് ബ്രാൻഡ് വിൽക്കാൻ പറ്റും. നിങ്ങൾക്കൊരു IP ബ്രാൻഡിലുള്ള ഗുണം എന്താണെന്നറിയോ? ആസ് നിങ്ങളൊരു ഡോക്ടർ എന്നുള്ള നിലക്കും അതേപോലെ തന്നെ നിങ്ങൾ സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലക്കും നിംഹാൻസ് എന്നുള്ള ബ്രാൻഡ് എന്നുള്ള നിലക്കും നിങ്ങളുടെ ഓണർഷിപ്പുള്ള ബ്രാൻഡിനെ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ കൂടും. നല്ല വാല്യൂ വരും. മനസ്സിന്റെ പേരും ഈ പേരും കൺഫ്യൂഷൻ ആവുന്നത് അപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. അതൊരു ഇത് ചെയ്യാൻ കഴിയുന്ന സാധനമല്ല. അത് നിങ്ങൾ എത്ര വളർത്തിയാലും അത് കുറച്ച് കഴിഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ കയ്യിൽ നിന്ന് പോണ സാധനമാണ്. ഞാൻ റിയാലിറ്റി പറയട്ടെ, ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്യാൻവാസ്, ഞാൻ ഒരിക്കലും IP ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഒരാളെയും ക്യാൻവാസ് ചെയ്യില്ല. കാരണം അത് ഫുൾ ആ ലെവലിൽ എത്തുമ്പോൾ താനെ അവർ വരിക ചെയ്യുക. ഞാൻ ഒരിക്കലും ഞങ്ങളോട് ഇതുവരെ IP ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ക്യാൻവാസും ചെയ്തിട്ടില്ല, ഒരു സംഭവത്തിൽ ഞാൻ പുള്ളിനും ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി വരേണ്ട സാധനമാണ്. അത് ആ ഒരു സാധനം ആ വ്യത്യാസം മനസ്സിലായാൽ മാത്രമേ IP ബ്രാൻഡ് ഉള്ള ചെയ്യുള്ളൂ. ഞാനിപ്പോ 1-2 പൈസന്റെ ആവശ്യമുണ്ട് 6 മാസത്തേക്ക് അല്ല ഞാൻ അത് ആയിക്കഴിഞ്ഞാൽ IP അല്ല നിങ്ങൾ പൈസന്റെ കേസോ അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമോ ഒന്നും അല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ മൈൻഡ് സെറ്റ് വരിക എന്നുള്ളതാണ്. ആ മനുഷ്യൻ ഇപ്പൊ കാറ്റില്ല വെച്ചാല് എനിക്ക് എന്റെ പേടി എന്റെ വളർച്ച ഇപ്പൊ വിസിബിൾ ആകാൻ പാടില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതായത് ഡോക്ടർ അറിയുന്നതിന് മുമ്പായിട്ട് എന്റെ 1-2 പരിപാടികൾ തീരാണ്ട് അതിനായി കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ അറിഞ്ഞാലും ഇല്ല അത് നമുക്ക് അനലൈസ് ചെയ്ത് പറയേണ്ട വിഷയമാണ്. പക്ഷെ ഞാനത് വ്യക്തിപരമാണത്. അൽമാസ് അറിയുന്നുണ്ടെന്നാണ്. പക്ഷെ IP ബ്രാൻഡ് ചെയ്താൽ ഇത് ആരാന്ന് കണ്ടെത്താൻ പറ്റില്ല. IP ബ്രാൻഡ് ഇങ്ങനെ വളരുന്നുണ്ട്. അല്ല IP ബ്രാൻഡ് ഞാൻ അപ്പൊ അങ്ങനല്ല. IP ബ്രാൻഡാണ് നിങ്ങൾക്ക് ആരെക്കൊണ്ട് വളർത്തിക്കാം. ഇപ്പൊ മനസ്സെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വളർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരാളെ കൊണ്ട് വളർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മനസ്സെന്നുള്ള പേരിൽ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഞാൻ ടേസ്റ്റ് ടൂർ എന്ന് പറഞ്ഞ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഈ ടേസ്റ്റ് ടൂർ വളർത്താൻ പുള്ളി തന്നെ വേണമെന്നില്ല. പുള്ളി തുടങ്ങിയ പുള്ളിയുടെ പേരിലുള്ള സാധനമാണെന്ന് അറിയാതെ തന്നെ ആ ടേസ്റ്റ് ടൂറിനെ വളർത്താൻ പറ്റും. നമുക്ക് ഒരാളെ ഏൽപ്പിക്കുക. IP അല്ലെങ്കിൽ നമുക്കത് വേറെ ആളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യം അയാൾ കൊണ്ടും IP അല്ലെങ്കിൽ മനസ്സെന്നുള്ള പേരിൽ നിങ്ങൾ തുടങ്ങിയ കുറച്ച് ദിവസം കഴിഞ്ഞ് വേറൊരു സൈക്കോളജിസ്റ്റ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വീട് വേണം, ഒരു വില്ല സാറ് താമസിക്കാം, ഒന്ന് സ്റ്റാഫിനും ചെയ്യാം. ബാക്കിയുള്ള ഇന്നത്തെ പ്രശ്നമുള്ള ആൾക്ക് റെസിഡൻസ് ആയിട്ട് റേഞ്ച് കൂടുതലേക്ക് കൊടുക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഒരു സോർവിയൻ ഒരു ടെക്നോളജി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ അങ്ങനെ ഉണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ഡോക്ടർ കിട്ടാത്തവരും ഡോക്ടറെ കാണാൻ വേണ്ടി നേരെ അവിടെ എന്ത് ചെയ്യും, ഒരു ആഴ്ച ബുക്ക് ചെയ്യും. അപ്പൊ ഓരോ ഡോക്ടർ ആണ് അവരെ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഡോക്ടർ സിമ്പിളായിട്ടേ ഡോക്ടർക്ക് എന്നെ വിശ്വാസമാണ്. ഇപ്പോൾ ഡോക്ടർക്ക് കുറച്ച് ഫണ്ട് വന്നു. ഡോക്ടർ പറഞ്ഞു മഞ്ചേരി നമുക്ക് സ്ഥലം വാങ്ങണം. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ നോക്കൂ, എനിക്ക് അവിടെ കുറച്ച് വില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി വാങ്ങും. സ്ഥലം ആരുടെ പേരിലാണ്? നിങ്ങളുടെ പേരിലാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറയും എൻ്റെ പേരിലാണ് നിങ്ങൾ അറിയണ്ട, നിങ്ങൾ തന്നെ എന്നുള്ള രൂപത്തിൽ അറിഞ്ഞോട്ടെ. പക്ഷേ എന്ത് ചെയ്ത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്നോട് നോക്കാൻ ഏൽപ്പിച്ചതാണ്. ഇവിടെ നോക്കുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഞാനാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ഞാനതിൻ്റെ ഉടമയെന്ന് വിചാരിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ ഞാൻ തന്നെ ആയാലും എന്താ കുഴപ്പമെന്ന് എനിക്കൊന്ന് തോന്നി. ഞാൻ പറഞ്ഞു എൻ്റെതാണ്. അങ്ങനെ ഏത് സമയത്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം ഇത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ച സാധനമാണ്. 100% നിങ്ങളുടേതാണത്. മറ്റൊരു ബ്രാൻഡ് അല്ലെങ്കിൽ IP അല്ലെങ്കിൽ കുഴപ്പം. ഇപ്പോൾ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പുള്ളി എന്ത് ചെയ്തു വെച്ചാൽ പുള്ളി തൽക്കാലം എന്ത് പോവാണ്. അപ്പം ഒരു അത്യാവശ്യം ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള പയ്യരെ കയ്യിലാണ് കൊടുത്തു. എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് കുറേ ടൂറും സംഭവങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോകാൻ തോന്നി തന്നെയാണ് ഇതിൻ്റെ ആളെന്ന്. ആൾക്കാരോടൊക്കെ പറയാൻ തുടങ്ങി എൻ്റെതാണ് ടേസ്റ്റ് ടൂർ. എപ്പോൾ വേണമെങ്കിലും പുള്ളിക്ക് തിരിച്ചെടുത്തൂടെ? കാരണം ടേസ്റ്റ് ടൂർ എന്ന ബ്രാൻഡ് പുള്ളിയുടെ പേരിലാണ്. ചെക്കനൊന്നും ചെയ്യാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ചെക്കനെ പിരിച്ചുവിടാം, ഇതെൻ്റെതാണ്ട് മോനെ വിട്ടോന്ന് പറയാം. അത്രയ്ക്ക് സേഫാണ് ആ സാധനം. ഒരു ബ്രാൻഡ് വാങ്ങിച്ചിട്ട് എന്താണ് അല്ല അതിൽ ഇത് സംഭവമില്ല. കാരണം നിങ്ങൾ അത്രയും വലിയ മൈൻഡ് എന്നുള്ള വലിയ വേൾഡ് കിടക്കുകയാണ്. നമ്മളത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ആ മൈൻഡിൽ ഈ പറയുന്ന ലോക്കൽസ് ബ്രാൻഡുകൾ ഉണ്ടാക്കി അവർ വലുതാവും.
നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്കോപ്പുള്ള ഒരു സ്പേസ് ഉണ്ടായിട്ട് മൈൻഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ലോകത്തിന് രണ്ടാക്കിയിട്ട് മുറിക്കുകയാണെങ്കിൽ അത് പകുതി മൈൻഡാണ്. ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഒരു ഏരിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ഒരുപാട് സംഭവം ഉണ്ടാക്കാൻ പറ്റും. കോഴ്സ് മാത്രമൊന്നുമല്ല, ഇതിൻ്റെ സാധനം മൈൻഡ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പല കോപ്രായത്തരങ്ങളും പലരും ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു സൈക്കോളജി കോഴ്സ്. പക്ഷെ നിങ്ങൾ എന്താണ് റിയലി എന്താണ് ഒരു സൈക്കാട്രിസ്റ്റാണ്, അതോറിറ്റി ഉള്ള ആളാണ്. നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ കുറച്ച് പിടുത്തമുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് എല്ലാ നിലക്കും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ കിടക്കുന്ന സാധനമാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഓണർ എന്ന് പറയുന്നതോടുകൂടി ഇവരൊക്കെ 6 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുസഫി ഡോക്ടറൊക്കെ പറഞ്ഞു. മുസഫി ഡോക്ടർക്കൊക്കെ ആദ്യ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഒരു 100 കോടി എന്ന് പറയാനുള്ള സ്ട്രെങ്ത് മുറി കിട്ടിയത് മുമ്പ് ഒരു ഡോക്ടറും കൂടി ആയതുകൊണ്ടാണ്, കുറഞ്ഞ സമയം കൊണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്തായാലും ഒരു 6 ലക്ഷം പോരാ, 10 ലക്ഷം ഇടാൻ പറ്റും. ഒരു 4 ലക്ഷമെങ്കിലും നിങ്ങൾ DR എന്നുള്ള ആ ഒരു ഇതിന് നിങ്ങൾക്ക് കൂട്ടിയിടാം. അപ്പോൾ എല്ലാവർക്കും 6 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ മുസഫി ഡോക്ടർ 10 ലക്ഷം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എയിംഹാൻസ് അതായത് 5 ലക്ഷം നിംഹാൻസിനും 5 ലക്ഷം എയിംസിനും കൂട്ടിയാൽ തന്നെ 10 ലക്ഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഇടാം. അവിടുന്ന് തുടങ്ങും. ഇവരൊക്കെ 6 ലക്ഷത്തിനാണ് കയറി പോയിരുന്നത്. ടാറ്റന്റെ MD സൈറസ് മിസ്റ്റർ എന്ന ആളെ കൊടുത്തു. അയാൾ പ്രശ്നം ഉണ്ടാക്കി, അയാൾ ഒഴിവാക്കി. ഞാനും പരാജയമാണ്, ടാറ്റന്റെ തീരുമാനമാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ആ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു വ്യക്തിയുടേതാണെങ്കിൽ അത് പ്രശ്നം വരും. കമ്പനി ആണെങ്കിൽ ആ കമ്പനി അതിനെ അതിജീവിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന് പബ്ലിക്കിനും ഇൻവെസ്റ്റേഴ്സിനും അറിയാം. ഇപ്പൊ പ്ലേ സ്റ്റോർ ഞാൻ മരിച്ചാൽ ലെഗസി ഉണ്ടാവും. ആ പ്ലേ സ്റ്റോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് പക്ഷെ അവര് എന്തെങ്കിലും പറയും ഈ ടേസ്റ്റ് സ്റ്റോർ ഉണ്ടാക്കിയതിന് തന്നെ ആളാണ് മഞ്ചേരി പോയി ഉണ്ടാക്കിയെന്ന് ഹിസ്റ്ററിയിൽ വേണിപ്പോ. ഇതേ നോക്കി അടുത്ത സംഭവം വാല്യൂ ലാഡർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. വാല്യൂ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കെയിൽ ടുഗദർ, നെവർ ഓഫർ ജസ്റ്റ് വൺ ഓപ്ഷൻ. എന്താണ് വാല്യൂ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കെയിൽ ടുഗദർ? വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരേപോലെയാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അസറ്റുകൾ കൂടിയ സാധനമാണ്. അത് ഒരുമിച്ച വളരുക. ഓക്കെ, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നെവർ ഓഫർ ജസ്റ്റ് വൺ ഓപ്ഷൻ, ഒന്ന് മാത്രമായിട്ട് നിൽക്കുന്നത്. വാല്യൂ ലാഡർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞതാണ്. ബേസ് എന്ന് പറയുമ്പോൾ അത്രേ വാല്യൂ അതിന് വരുള്ളൂ, അത്ര പ്രൈസ് അതിന് വരുള്ളൂ. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കയറി പ്രൊഫഷണലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നമുക്കത് പ്രൊഫഷണൽ എന്ന് പറയാം. അടുത്ത റേഞ്ചാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് ഒരു റേഞ്ച് പ്രീമിയത്തിൻ്റെയും മുകളിൽ നമുക്ക് പിടിക്കുന്നത് എലൈറ്റ്, ഏറ്റവും ടോപ്പ് ലക്ഷറി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇങ്ങനെ ഈ 4 ലാഡർ, ഈ ലാഡർ നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ എസ്റ്റീം റീഡ്, സെൽഫ് ആക്ടിവേഷൻ. ഈ സെൽഫ് ആക്ടിവേഷനിലാണ് ഞാൻ ലക്ഷറി കാണുന്നത്. മറ്റേ ആദ്യം വണ്ടി മതിയായിരുന്നു. പിന്നെ എസ്റ്റീം ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ബ്രാൻഡ്, ഇപ്പൊ ഞാൻ ബ്രാൻഡിനനുസരിച്ചുള്ള ഒരു ലെവൽ. ഇനി എനിക്ക് സെൽഫ് ആക്ടിവേഷൻ, വിദേശ യാത്ര നടത്തുക, അപ്പൊ അതിനനുസരിച്ചുള്ള ഇതിലേക്ക് ലാപ്പ് മാറ്റാൻ പറ്റും. അതാണ് ലക്ഷറി. ഇത് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ശരിക്കും പഠിക്കും. നോക്കൂ നിങ്ങൾ ഇപ്പം ഇതിനൊക്കെ ഇപ്പം പ്രൈസിന്റെ ഒരു കേസിൽ ഇപ്പം നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് ഇപ്പൊ നോക്കൂ. പിന്നെ ഒരിക്കലും നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് പബ്ലിക്കിലേക്ക് കൊടുക്കണം എന്നില്ല. നമുക്കിത് IP ബ്രാൻഡിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ വെച്ചാൽ രഹസ്യമായിട്ട് വളർത്താൻ പറ്റും. രഹസ്യമായിട്ട് വളർത്താം. ഇന്റേണൽ ഇപ്പം നമ്മുടെ സിസ്റ്റം പ്രകാരം ഒരു ബ്രാൻഡ് വളർത്തിക്കൊണ്ടിരുന്ന വെച്ചോളൂ. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായ ഗ്രോത്താണ്. പബ്ലിക്കിലേക്ക് ഞാൻ ഗ്രോത്ത് കൊണ്ടുവരില്ല ചെയ്യുന്നത്. എൻ്റെ 95% പ്രോഗ്രാമുകളും സാധനങ്ങളൊക്കെ ഫിസിക്കലായിരിക്കും. ഫിസിക്കലാണ് എനിക്ക് സ്ട്രെങ്ത് കൂടുതൽ. ബാക്കിയുള്ള ആളുകൾ ഡിജിറ്റൽ ജീവിക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഫിസിക്കലിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു സ്ട്രെങ്ത് അത് മെല്ലെ നമ്മൾ ആരും അറിയാതെയാണ് ഗ്രോ ചെയ്യുക. നമുക്ക് വേണ്ട ഇപ്പോൾ നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡ് വളർത്തുക. ഡോക്ടേഴ്സിന് വേണ്ട ഒരു ബ്രാൻഡാണ് നിങ്ങൾ ഉദ്ദേശം എന്ന് കരുതിക്കോളൂ. നിങ്ങൾ ആ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ മാത്രം ഇപ്പം ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള സിമ്പിൾ സ്ട്രാറ്റജി സംവിധാനം നാളത്തെ പ്രോഗ്രാം സെമിൻ്റെ അടുത്തുള്ള ഒറ്റ അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പം ഇയാൾക്കൊക്കെ ഒരുപാട് കെ റഹ്മാൻക്കൊക്കെ ഒരുപാട് സ്ട്രാറ്റജികൾ ആലോചിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾ ഡോക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വിഷയമായിട്ട് 1000 ആൾക്കാരോട് എത്തിക്കുക എന്നുള്ളതാണ്.
എന്നുവെച്ചാൽ സ്റ്റുഡിയോയിൽ എത്തിക്കുക എന്ന് ബ്രാൻഡ് വിഷ്വലൈസിങ് മോഡിലുള്ള 1000 ആൾക്കാരെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെമി നാളെ മുതൽ ശ്രമിക്കുന്നത്. അല്ല ഇതൊന്നും കംപ്ലീറ്റ് ആവും. ഒറ്റ മിനിറ്റ്. എന്നിട്ട് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ ബ്രാൻഡിൻ്റെ ആവശ്യക്കാർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സിമ്പിൾ രൂപമാണ്. നിങ്ങൾ ഒരു IP ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ IP ബ്രാൻഡ് വിൽക്കാനോ IP ബ്രാൻഡിലേക്ക് ക്ഷണിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ അവരുമായിട്ട് നിരന്തരമായിട്ട് ഇതേപോലെ എല്ലാ തിങ്കളും ചൊവ്വയും ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ തന്നെ ഡയറക്റ്റ് പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഷമീറിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഈ ഒരു സാധനം നിങ്ങൾ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ടോക്ക് ഷോ നിരന്തരം സംഘടിപ്പിക്കുക. അവിടെ നമ്മൾ ഈ ഒരു വിഷയം നിങ്ങൾ ബ്രാൻഡിലുമായി ബന്ധപ്പെട്ടൊരു വിഷയം അതിൽ ചർച്ചയിൽ കൊണ്ടുവരും. ആ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരും. ആ 6 പേര് അത് അറിഞ്ഞിട്ടേ പോകൂ. അവർക്കുള്ള ആ ബ്രാൻഡുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറിയിലൊരു വീഡിയോ നമ്മൾ അവരെ കാണിക്കും. ഒന്നും വിൽക്കാനൊന്നും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ 1000 ഡോക്ടേഴ്സിലേക്ക് ഈ സംഭവം എത്തിയെന്ന് കരുതുക. 1000 ആളുകളുടെ മൈൻഡിലേക്ക് ഈ സാധനം കയറ്റി നമ്മൾ. അപ്പൊ എന്റെ ബ്രാൻഡിന്റെ പേരിൽ ഈ ബ്രാൻഡിന്റെ പേര് ഡോക്ടറാണ് എങ്ങനെ ആ ബ്രാൻഡിന്റെ ഓണർ ഞാനാന്ന് പറയാം. പറയേണ്ട ആവശ്യമില്ല, പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. പറയാതെ ആൾക്കാർക്ക് ഭയങ്കര വാല്യൂ ചെയ്യാം. ഉദാഹരണത്തിന് പിന്നെ ഷിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, ഈ ബാൻഡിന്റെ ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരിക്കലും ആ കമ്പനിന്റെ പരസ്യം ചെയ്തിട്ടില്ല. അത് ഉണ്ടാക്കുന്ന ആരാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. ചില കാരണങ്ങളാണ് ആ ഒരു ഇപ്പൊ ചില മരുന്നുണ്ടാക്കുന്നത് നമുക്ക് അറിയാം. ആരാ മരുന്നുണ്ടാക്കുന്നത്? സിപ്ലാന്റെ പേരുണ്ട്, ഒരു മുസ്ലിം പേരാണ്. ബോംബെയിൽ ഞാൻ ഓഫീസ് പോയിട്ടുണ്ട് അടുത്ത്. ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ നിന്നപ്പോ സിപ്ലാന്റെ സ്റ്റാഫാണ്. അപ്പൊ ഈ ചില സംഭവങ്ങളാണ് ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ അപ്പോൾ എമർജൻസി കേസുള്ള സംഭവമാണ് ഈ ജനറൽ ഹോസ്പിറ്റലൊക്കെ. കണ്ണാസ്പത്രി ആയതുകൊണ്ട് എങ്കിലും കൂടി. പക്ഷെ എല്ലാം നിങ്ങളെ കൊണ്ട് തടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം ആയിരുന്നു. കാരണം എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടെത്താം. ചില വരുന്ന കസ്റ്റമർ അങ്ങനെ നിങ്ങളൊരു ബ്രാൻഡിന്റെ അണ്ടറിലായ കമ്പനി ആക്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. നിങ്ങൾ പേഴ്സണൽ വസ്തുക്കൾ ഒരിക്കലും ഈ വ്യക്തിക്ക് എന്ത് മരിച്ചാൽ പോലും കൊടുക്കണ്ട. അല്ല ഡോക്ടറെ എല്ലാം നിങ്ങളെ തലയിലെ വരിക. മറ്റേ ആ ഡോക്ടർ പ്രശ്നം കൊണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് കൈവരിക. ഉദാഹരണത്തിന് മറ്റേ കോൺഗ്രസിന്റെ നേതാവ് പ്രശ്നത്തിൽപ്പെട്ട പാലക്കാട് മറ്റേ വാങ്ങൂട്ടാണ്. കോൺഗ്രസ് അയാളുടെ വിഭാഗിയാണ് പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി. അല്ല അതൊക്കെ അതിന്റെ പൊടിക്കൈകളാണ്. ഇപ്പൊ റിയലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ തന്നെയാണ് അതിന്റെ ആള് എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അറിഞ്ഞാൽ എന്താ കുഴപ്പം? അറിഞ്ഞൂടെ? നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനും നമ്മളിപ്പോൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനും ഒക്കെ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഭയപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഭയമൊക്കെ നമ്മൾ ഒഴിവാക്കുക. ആ ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ തന്നെ അതിന് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാൽ മതി, സിമ്പിളായിട്ട്. നമ്മൾ ഫ്രണ്ട് ലൈനിൽ. പക്ഷെ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരു സാധനങ്ങളെ കയ്യിലുണ്ട്, ഒരു അസറ്റ്. അല്ല നിങ്ങളോടിപ്പോൾ ഈ പറയുന്ന ഒരു IP ബ്രാൻഡ് ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദുബായിൽ അങ്ങാടിയിൽ നിങ്ങൾ 10 സെൻറ്റ് ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിയിടുന്നതിന് തുല്യമാണ് നിങ്ങളതിൽ ശ്രദ്ധിക്കുമെങ്കിൽ. ഓക്കെ, അത് ഒന്ന് നിങ്ങളെ പേരിലാക്കണം. 2 നിങ്ങൾ വെറുതെ ഒരു മരുഭൂമി ആക്കിയിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഓരോ സംഭവം വാങ്ങിയിട്ട് തറ കെട്ടിയാലല്ലേ പിന്നെ നമുക്ക് വീട് കിട്ടും. നമ്മൾ പറയുന്ന ഒരു ഭൂമി വാങ്ങിയിടുക, പിന്നെ അതിൽ തറ കെട്ടിയിടുക. പുള്ളിയൊക്കെ തറ കെട്ടിയിട്ടിട്ടുള്ളൂ, ടേസ്റ്റ് ടൂറിലൊന്നും ചെയ്തിട്ടില്ല. അത് ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ വാല്യൂ, ഇപ്പോൾ തറ കെട്ടിയതിൻ്റെ വാല്യൂ പുള്ളിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പുള്ളി ആ ടേസ്റ്റ് ടൂർ എന്നുള്ള ആ ഒരു ബ്രാൻഡ് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച്, ഇപ്പോൾ ടേസ്റ്റ് ടൂർ അറിഞ്ഞൊരു നമ്പർ ഓഫ് ആൾക്കാർ, 1000 ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവാം. ഈ 1000 ആൾക്കാരുടെ ഇടയിൽ ആ ഒരു തറക്കുള്ള വില കിട്ടും. അതേസമയം അത് 2 ട്രിപ്പ് കഴിഞ്ഞു, 4 തായ്ലാൻഡ് യാത്ര കഴിഞ്ഞു, ഹൈലൈറ്റിൽ 2-3 പ്രോഗ്രാം സ്പോൺസർ ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം സ്പോൺസർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കരുതുക. ബ്രാൻഡിൻ്റെ വാല്യൂ ഇതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്, നമ്മൾ പോലും അറിയാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയെ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ട്രേഡ് മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ട്രേഡ് മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടി, DMR ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും. അതുകൊണ്ട് കാര്യമില്ല, കാരണം മനസ്സ് വേറെയും ഇതുണ്ട്. കാരണം ട്രേഡ് മാർക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ സെയിം സാധനത്തിന് ഇഷ്ടംപോലെ ഒരേപോലെ കിട്ടുന്നുണ്ട്. അത് വലിയ കഥയൊന്നുമില്ല. അത് ഇങ്ങനെ വക്കീലന്മാർ വലിയ സംഭവമായിട്ടൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്. അതേ വക്കീലന്മാരനെ അത് പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കേസിന് അതിന് പൈസ അറിയുമാവും. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക്. സോ ഞാനിലേക്ക് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിൽ IP ബ്രാൻഡ് എടുക്കുന്നതിൽ മൈൻഡ് സെറ്റ് വന്ന ആളുകൾക്ക് ധൈര്യസമേതം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണത്. ആ ഒരു മൈൻഡ് സെറ്റും അതിനുള്ള ഒരു സാമ്പത്തികവും നമുക്കുണ്ടെങ്കിൽ
അത് ഇതാവാനുള്ള സംഭവം ആയോ എന്ന് സാധനം ഉണ്ടല്ലോ, IP ബ്രാൻഡ് സമയം ആയോ? IP ബ്രാൻഡ് അങ്ങനെ ഒരു ഇതുമില്ല. ഇപ്പം നമ്മൾ പറയാം, ഞാൻ പണ്ട് ഞാൻ 18 വയസ്സായ പയ്യൻ വന്നിട്ട് ഓന് ഒരു ഇതുമില്ല, ഓനൊരു പ്രൊഡക്റ്റോ സംഭവമൊന്നുമില്ല. ഓൻ നേരെ വന്ന് IP ബ്രാൻഡ് എടുത്തിട്ട് ഓന് എന്താണ് പ്രൊഡക്റ്റ് അതൊക്കെ വരും. നമ്മൾ ബ്രാൻഡ് ഉണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ബ്രാൻഡ് വലുതാവട്ടെ, പ്രൊഡക്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് തേടി വരും. ഇപ്പോൾ ധീരവാഹി ഇതൊക്കെ ചെയ്ത പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് തേടി വരും. അല്ല IP ഒന്നല്ല, പുള്ളിയുടെ പുള്ളി പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാന്നുള്ള നിലക്കാണ് പുള്ളി ചെയ്ത്. പുള്ളി IP ഇനി പുള്ളിക്ക് ചെയ്യാം, കാരണം പുള്ളിക്ക് അതുകൊണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ പണ്ട് മുതലേ വന്ന ഒരാളാണ്, എന്നോ ആയതാണ്. പുള്ളി IP തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്ത് ചെയ്ത് പേഴ്സണൽ ബ്രാൻഡ് ആയത്. ഇനി പുള്ളി അടുത്ത പദ്ധതി പുള്ളിക്ക് IP ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പുള്ളി പേഴ്സണൽ ബ്രാൻഡായി, കാരണം പുള്ളി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. പുള്ളി സ്കിൻ കെയറോ ആക്സിഡൻ്റ് ഒന്നും ഒരു മണ്ണാങ്കട്ടിയല്ല. അപ്പോൾ പുള്ളി അതാവുകയാണ്. ഡോക്ടറെ സംബന്ധിച്ച് ഈ സാധനം ഓൾറെഡി ഉണ്ട്. നിങ്ങളോട് മുസഫർ ഡോക്ടറൊക്കെ പറഞ്ഞ് ഇതില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പോൾ പുള്ളി ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ക്രിയേറ്റ്, ഇപ്പം ഞാൻ അടക്കാണ് ക്രിയേറ്റ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ MA ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചതുമായി ബ്രാൻഡിങ്ങിന് ബന്ധമൊന്നുമില്ല. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നെ പഠിച്ചതാണ്. നിങ്ങൾ അക്കാദമിക്കലി ആ വിഷയത്തിൽ ക്വാളിഫൈഡ് ആണ്, ആയിത്തന്നെ നിൽക്കുന്നത്. ഞാൻ ശരിക്കും നിൽക്കേണ്ടത് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ്. മനസ്സിലായില്ലേ? ഞാൻ MA BEd ഇതൊക്കെ ഇംഗ്ലീഷിലാണ് എനിക്കുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ റിയൽ സാധനം. ഞാൻ അതിൽ നിന്ന് വിട്ടിട്ടാണ് കളിക്കുന്നത്. പുള്ളി MBA കാരനാണ്, പുള്ളിയുടെ ഫീൽഡല്ല. പുള്ളി പിന്നെ ഇതൊന്നും ചെയ്തില്ല. പക്ഷേ പുള്ളി ഇപ്പം ഫിനാൻഷ്യൽ എക്സ്പെർട്ട് എന്നുള്ളത് എന്താ വെച്ചാൽ പുള്ളിയുടെ ആ ബ്രാൻഡിന് വേണ്ടി ആയതാണ്, ബേസ് ക്രിയേറ്റ് ചെയ്തതാണ്, ബ്രാൻഡ് ഉണ്ടാക്കാം, ആ ബ്രാൻഡിനെ വളർത്താൻ വേണ്ടിയിട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡ് ഫുൾ സെറ്റാണ്. നമ്മളൊക്കെ അത് ആക്കിയെടുത്തതാണ്, നിങ്ങളത് റിയൽ ആയിട്ട് ഉണ്ടതാണ്. അതോറിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അതോറിറ്റി നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു അസറ്റും ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാത്തതുകൊണ്ട്. റൊയാലിയോ ശരിക്കും പറഞ്ഞാൽ IP ബ്രാൻഡ് അല്ല, സ്മാസിയോ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്. റൊയാലിയോ കുറേ ആൾക്കാർ ഉള്ളത് മാത്രമല്ല, അത് ഈ സ്മാസിയോൻ്റെ മുകളിൽ സ്മാസിയോ ഉള്ളത് കൊണ്ടാണ് പിന്നെ റൊയാലിയോ ആയിട്ടും. പിന്നെ കൊച്ചിയിൽ വേറൊരു സാധനം ഞാൻ തന്നെ ചെയ്തതൊക്കെ, പിന്നെ എന്തായാലും പേരൊക്കെ ഞാൻ തന്നെ മറന്നുപോയി ഇപ്പോൾ. അത് എവിടെ ഒക്കെ അവരതാണ് മൊത്തം 13 സ്ഥലത്തുണ്ട് സ്മാസിയോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇതിൽ ഏത് ആളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? പിന്നെ നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടു? പിന്നെ അങ്ങനെ ജാഫർ സാറിനാണ് ഇഷ്ടം. 360 മൂന്നാമത്തെ കാറ്റഗറി ആരെ ഇഷ്ടപ്പെട്ടു? മൻസൂർ സാറിന്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്നും കാണുന്നുണ്ട്. ഞാൻ ഒരു കസ്റ്റമർ ഒരു വ്യക്തിയിലേറെ ഒരു ഫേമിലി വിശ്വാസമുണ്ട്. ആ ഫേമിന് ഒരു IP അഡ്രസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒരു IP-യുമായി ബന്ധപ്പെട്ട ഒരു മേഖല ഉണ്ട്. ഞാൻ ചിഹ്നം പറയുന്നു വിചാരിച്ചു പറയുന്നത്. അപ്പൊ IP ഉള്ള ആളെ കസ്റ്റമർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർക്ക് പേഷ്യന്റ് കുറയും. കാരണം വെച്ചാൽ നിങ്ങളൊരു IP ബ്രാൻഡ് എടുത്താൽ നിങ്ങൾക്ക് പേഷ്യന്റ് നിങ്ങൾ ഒഴുകും. മിംസൊക്കെ വരികയാണ്, മിംസ് ബ്രാൻഡിൽ വയ്ക്കുന്നത്. ആ ഡോക്ടർ മാറിയിട്ട് പ്രശ്നമില്ല. അപ്പൊ അതിന് നിങ്ങളൊരു മാത്രമാണ് ഇത് IP ബ്രാൻഡ്. അപ്പൊ നിങ്ങളെ അണ്ടർക്ക് വേറെ ഡോക്ടർ വന്നാൽ ആ ഡോക്ടർമാരെ നിങ്ങൾക്ക് പ്രശ്നമില്ല. പേഷ്യന്റ് എന്താ വെക്കുക? ഇപ്പോ സോർവിയൻ ഞാൻ 0 to hero എന്നാണ് തത്വം നിൽക്കുന്നത്. 0 to hero, ഒരാളെ 0 എങ്ങനെ ഹീറോ ആക്കണം നമ്മളൊരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന കുറച്ചാളുകൾ അതിൽ വരും. അപ്പൊ ഈ അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയിലല്ല വരുന്നത്. ഈ IP ബ്രാൻഡിലുള്ള ഒരാളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഒരു ഡ്രീം ആയിട്ട് കാണുന്നില്ല. അയാളെ കുറച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് തോന്നലുകൾ മനസ്സിലെപ്പോഴും വന്നിട്ടുണ്ട്. IP ബ്രാൻഡിലുള്ളതിൽ നിന്നാണ് പുള്ളി നമ്മുടെ അടുത്തേക്ക് എത്തിയത്. മുസഫി ഡോക്ടറെ കണ്ടിട്ടാണ്. അല്ല IP ബ്രാൻഡ് എന്ന് പറഞ്ഞത് IP ബ്രാൻഡ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒന്ന് IP ബ്രാൻഡിനെ പറ്റി അറിയണമെന്ന് മാത്രമേ അത് അറിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒരേപോലെയാണുള്ളത്, വ്യത്യാസമൊന്നുമില്ല. IP ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ ലിബർട്ടി ഇല്ല, അത് IP നല്ലത്. അത് IP ചെയ്താണ് ഗ്രോത്ത്. പക്ഷെ IP എന്നുള്ളത് അവിടെ നമ്മളെ പ്രൊഫഷൻ, നമ്മളെ മേഖല നോക്കരുത്.